സാർ, ജവഹർലാൽ നെഹ്റു ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ച് ബാബറി മസ്ജിദ് നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു, അല്ലെ ആലോചിച്ചു. രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രസംഗത്തിൽ, അല്ലെ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയിലാണ് ഇത് മനസ്സിലായത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അത് സർദാർ പട്ടേലാണ് തടഞ്ഞത് എന്നും രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് 2-ാം തീയതി, ഈ മാസം 2-ാം തീയതി ഗുജറാത്തില് ഈ പട്ടേലിന്റെ 150-ാം ജന്മവാർഷികമാണല്ലോ. അത് അതിന്റെ ആചരണത്തിന്റെ ഭാഗമായിട്ട് യൂണിറ്റി മാർച്ച് നടത്തുമ്പോൾ വഡോദരയിൽ, ഗുജറാത്തിലെ വഡോദരയിലാണ് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി ഈ സംഭവം വെളിപ്പെടുത്തിയത്. അപ്പോ ഈ സർക്കാർ പണം കൊണ്ട് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ അയോധ്യയിലെ ബാബറി മസ്ജിദ് ഒന്ന് പരിഷ്കരിച്ച് പണിയാം, പുതുക്കി പണിയാം എന്നാലോചിച്ചു. അതിനെ പട്ടേൽ എതിർത്തു. അപ്പൊ നമുക്ക് ഈ സോമനാഥ ക്ഷേത്രം പുതുക്കി പണിയാനായിട്ട് പട്ടേൽ ആലോചിച്ചിരുന്നല്ലോ. പട്ടേൽ അത് ജാംനഗറിലൊരു യോഗത്തിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ KM മുൻഷിയൊക്കെ മുന്നിട്ടിറങ്ങി, രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ഒക്കെ അതിനെ അനുകൂലിച്ചു. പക്ഷെ സർക്കാരിന്റെ പണമൊന്നും കൊടുക്കില്ല, അതിനുവേണ്ടി ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടേ ജനങ്ങളിൽ നിന്ന്, ഭക്തരിൽ നിന്ന് പണം പിരിച്ചിട്ടാണ് സോമനാഥ ക്ഷേത്രം പുതുക്കി പണിയുന്നത്. പക്ഷെ അതിന്റെ അഭിഷേകത്തിന് നമ്മൾ സെക്കുലറാണ്, നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിനെ വിലക്കുകയൊക്കെ ചെയ്തു എന്ന് നെഹ്റു. പക്ഷെ രാജേന്ദ്ര പ്രസാദ് പോയി. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ കാര്യം വരുമ്പോ നെഹ്റു ഈ നിലപാടെടുത്തിരുന്നേ, നമ്മൾ സെക്കുലറാണ്, നമ്മളെ ക്ഷേത്രത്തിന്റെ കാര്യമൊന്നും നമ്മൾ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞാണ് ഇന്ന് നെഹ്റുവാണ് ബാബറി മസ്ജിദ് പണിയാനായിട്ട് സർക്കാർ പണം കൊടുത്ത് പുതുക്കി പണിയാം എന്ന് തീരുമാനിച്ചതെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ വാസ്തവം എന്ത് എന്നുള്ളതാണല്ലോ. അപ്പൊ രാജ്നാഥ് സിംഗിനെ പോലെ ഒരാളിങ്ങനെ പറയുമ്പോൾ എവിടെയെങ്കിലും ഇത് റെഫർ ചെയ്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോ ദ ഇൻസൈഡ് സ്റ്റോറി ഓഫ് സർദാർ പട്ടേൽ, ഡയറി ഓഫ് മണിബൻ പട്ടേൽ എന്ന് പറഞ്ഞ പുസ്തകത്തില്, മണിബൻ പട്ടേൽ സർദാർ പട്ടേലിന്റെ മകളാണ്. അവര് വലിയ സ്നേഹിച്ച് കഴിഞ്ഞ ആളുകളാണ് രണ്ടുപേരും. ശുശ്രൂഷിച്ച് മണിബൻ പട്ടേൽ നന്നായി പട്ടേലിനെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഡയറി ഓഫ് മണിബൻ പട്ടേൽ. അതിൻ്റെ അകത്ത് പട്ടേലിന്റെ കുറിപ്പുകൾ, ഡയറി കുറിപ്പുകൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ അതില് പേജ് 24, ഈ പറഞ്ഞ പുസ്തകത്തിന്റെ പേജ് 24-ലാണ് ഈ ബാബറി മസ്ജിദ് സർക്കാരിന്റെ പണം കൊണ്ട് പുതുക്കി പണിയാൻ നെഹ്റു ഉദ്ദേശിച്ചിരുന്നു എന്നുള്ള കാര്യം വരുന്നത്. അപ്പോൾ പട്ടേൽ പറഞ്ഞു, മോസ്ക് പണിയാനായിട്ട് സർക്കാരിന്റെ പണം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പട്ടേൽ വിയോജിച്ചു നെഹ്റുവിനോട്. അപ്പോൾ രാജ്നാഥ് സിംഗ് ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞില്ല പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി രാജ്നാഥ് സിംഗ് ഇത് പറഞ്ഞതാണ്. അതുപോലെ കോൺഗ്രസ് വക്താവ് പവൻ ഖേര ഇതിന് തെളിവ് ചോദിച്ചു, ഇങ്ങനെ എവിടെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. ഈ പട്ടേലിന്റെ പുസ്തകത്തിന്റെ കാര്യം, മറ്റേ ദ ഇൻസൈഡ് സ്റ്റോറി ഓഫ് സർദാർ പട്ടേലിൽ ഇത് ഉണ്ട് എന്നുള്ളത് ഞാനിപ്പോ പറയുന്നതാണ്. രാജ്നാഥ് സിംഗ് അതൊന്നും പറഞ്ഞില്ല. രാജ്നാഥ് സിംഗ് 2-3 വാചകേ പറഞ്ഞുള്ളൂ. നെഹ്റു ഇങ്ങനെ പറഞ്ഞിരുന്നു, പട്ടേലാണ് പ്രസംഗത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞു പോവുമായിരുന്നു അത്. അപ്പൊ പവൻ ഖേര പക്ഷെ തെളിവ് ചോദിച്ചു. തെളിവാണ് ഞാനീ പറയുന്നത്, പുസ്തകത്തിലുണ്ടത്. അപ്പോ കോൺഗ്രസ് വക്താവ് പവൻ ഖേര ഇത് അടിസ്ഥാനരഹിതമാണെന്ന് പറയുകയാണ് ചെയ്തത്. എന്നിട്ട് പവൻ ഖേര പറഞ്ഞു, ബാബറി മസ്ജിദ് നെഹ്റു ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട്. പട്ടേലാണെങ്കിൽ 1950 മരിച്ചും പോയി. പട്ടേൽ മരിച്ച് 18 വർഷം കഴിഞ്ഞ് നെഹ്റു ജീവിച്ചു. അപ്പോ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പട്ടേൽ മരിച്ച ശേഷം നെഹ്റു ബാബറി മസ്ജിദ് പുതുക്കി പണിതില്ല എന്ന് പവൻ ഖേര ചോദിച്ചു. അസംബന്ധമല്ലേ ആ ചോദ്യം? കാരണം പട്ടേൽ ചൂണ്ടിക്കാണിച്ചല്ലേ ഇത് ഒക്കുന്ന കാര്യമല്ല എന്നുള്ളത്. അപ്പൊ 1950 സെപ്റ്റംബർ 20 പട്ടേലിന്റെ ഡയറി കുറിപ്പിലാണ് നെഹ്റുവിനെ സംബന്ധിച്ച് ഈ പരാമർശമുള്ളത്. 1950 സെപ്റ്റംബർ 20 പട്ടേൽ നെഹ്റുവിനെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. സോമനാഥ ക്ഷേത്രം ട്രസ്റ്റ് വഴിയാണ് നമ്മൾ പുതുക്കി പണിതത്. 30 ലക്ഷം രൂപ നമ്മൾ പിരിച്ചെടുത്തു ട്രസ്റ്റ് വഴി. സർക്കാരിൽ നിന്ന് 5 പൈസ സോമനാഥ ക്ഷേത്രത്തിന് വേണ്ടി ചെലവാക്കിയില്ല. ഇങ്ങനെ പട്ടേൽ നെഹ്റുവിന് കത്തെഴുതി ഇത് തടയുക ചെയ്തത്.
ഈ ബാബറി മസ്ജിദ് പുതുക്കി പണിയാനുള്ള പരിപാടി. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നെഹ്റു ഒരക്ഷരം ഉരിയാടിയില്ല എന്ന് പട്ടേൽ ഡയറിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ പേജ് 25 ഈ പുസ്തകത്തിൻ്റെ തന്നെ GD ബിർള പറഞ്ഞൊരു കാര്യം എഴുതിയിട്ടുണ്ട്. GD ബിർള പറഞ്ഞു കോൺഗ്രസ് ഈ ഹിന്ദു മതത്തിന്റെ കൂടെ ഹിന്ദുത്വ ആയി നടന്നിരുന്നെങ്കിൽ കൂടുതൽ ഐക്യം ഉണ്ടായേനെ രാജ്യത്തിന്. നെഹ്റു ഈ സെക്യുലറിസവും പറഞ്ഞു നടക്കുന്നതുകൊണ്ടാണ് ഈ ഐക്യം വേണ്ടത്ര ഉണ്ടാകാത്തത്. നെഹ്റുവിൻ്റെ സോഷ്യലിസം സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കിയെന്ന് അപ്പോൾ പട്ടേൽ ബിർളയ്ക്ക് മറുപടി കൊടുത്തു. നെഹ്റു ഈ ആവടി സോഷ്യലിസം ഒക്കെ നടപ്പാക്കിയല്ലോ. ആവടി AICC സമ്മേളനം തീരുമാനിച്ചു നമുക്ക് സോഷ്യലിസമാണ് വേണ്ടതെന്ന്. അപ്പോൾ ഗാന്ധി വധത്തിന് ശേഷം നെഹ്റു ഏകാധിപതിയായി എന്ന് 1950 ഒക്ടോബർ 22 പട്ടേലിൻ്റെ ഡയറി കുറിപ്പിലുണ്ട്. ഗാന്ധി വധത്തിന് ശേഷം ഏകാധിപതിയായി നെഹ്റു. എൻ്റെ വകുപ്പുകളിലും നെഹ്റു ഇടപെടാൻ തുടങ്ങി. പല മന്ത്രിമാരുടെ വകുപ്പുകളിലും നെഹ്റു ഇടപെടാൻ തുടങ്ങി. സ്വന്തക്കാരെ തിരുകാൻ തുടങ്ങി പല വകുപ്പുകളിലും. റാഫി അഹമ്മദ് കിഡ്വായ് അങ്ങനെ വന്നതാണ്. റാഫി അഹമ്മദ് കിഡ്വായെ പറ്റി വേറൊരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ മൗലാന അബുൽ കലാം ആസാദ്, കിഡ്വായ് ഇവരെയൊക്കെ നെഹ്റു ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. 1949 ഈ ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥാനത്ത് ചിലർ കൊണ്ടുപോയി രാമവിഗ്രഹം സ്ഥാപിച്ചല്ലോ. അപ്പോ നെഹ്റു അതിനെ എതിർത്തു. രാമവിഗ്രഹം അവിടെ വന്നതിനെ എതിർത്തു. അപ്പോ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്തിന് നെഹ്റു നിർദ്ദേശം കൊടുത്തു അതെടുത്ത് അവിടെ നിന്ന് മാറ്റാൻ രാമവിഗ്രഹം. അപ്പോൾ അവിടെ കലക്ടറായിരുന്ന KK നായർ, നമ്മുടെ കുട്ടനാടുകാരൻ KK നായർ അദ്ദേഹത്തിന്റെ സഹായി ഗുരുദത്ത് സിംഗിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഗുരുദത്ത് സിംഗ് KK നായർക്ക് റിപ്പോർട്ട് ചെയ്തത് അവിടെ വലിയ രാമക്ഷേത്രം പണിയാണ് വേണ്ടത്, അതാണ് ജനങ്ങളുടെ വികാരം എന്നുള്ളതാണ്. അപ്പൊ KK നായർ രാമക്ഷേത്രത്തിന്റെ കൂടെയാണ് നിന്നത്. KK നായർക്ക് പിന്നെ ഈ ഗോവിന്ദ വല്ലഭ് പന്തുമായിട്ട് അടിവെച്ചിട്ട് അദ്ദേഹം ഇതിൽ നിന്ന് IS-ൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അവിടെ അദ്ദേഹം വക്കീലായിട്ട്, പിന്നീട് നിയമം പഠിച്ച് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്ത് ജനങ്ങളുടെയൊക്കെ ഒരു വക്കീലായിട്ട് ഒക്കെ മാറുകയാണ് ചെയ്തത്. അപ്പൊ നെഹ്റു പൊതുവെ ഇപ്പൊ അയോധ്യയിലെ രാമക്ഷേത്രം ഇല്ലേ, സോമനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾക്കെതിരെയായിരുന്നു. അങ്ങനെ ഒരു നിലപാടാണ് എടുത്തത്. അതേസമയം ചക്രവർത്തിയായിട്ട് കിരീടധാരണമൊക്കെ ചെയ്തു 1947 ഓഗസ്റ്റ് 14 അത് പൂജാരിമാര് വന്നിട്ട് കാർമികന്മാരൊക്കെ വന്നിട്ട് ചെയ്തു. മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കുകയും ചെയ്തു. സ്വന്തം കാര്യം വരുമ്പോ ഹിന്ദുത്വ ഒക്കെ ഉണ്ട്, പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, മുഹൂർത്തം നോക്കലും. പിന്നെ നഗരപ്രദക്ഷിണമൊക്കെ നടന്നിരുന്നു അന്ന് കാറിലെ. ഈ ചക്രവർത്തിയെ വെച്ചിട്ട് നഗരപ്രദക്ഷിണം പ്രജകളെയൊക്കെ കാണിക്കണ്ടേ, അതൊക്കെ അന്ന് ഓഗസ്റ്റ് 14 നടക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇത് വരുമ്പോ മുസ്ലിങ്ങളുടെ കൂടെ ആണ് നിലകൊണ്ടത്. അപ്പൊ ബാബറി മസ്ജിദ് സർക്കാരിന്റെ പണം കൊണ്ട് പുതുക്കി പണിയാൻ നെഹ്റു ശ്രമിച്ചു എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലാണ് രാജ്നാഥ് സിംഗിൻ്റെത്. അതിന് തെളിവുമുണ്ട്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.